തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ നിഷേധ ആരോപണത്തിൽ മരിച്ചുപോയ ബിസ്മീറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശ്വാസനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കയറിയത് കഠിനമായ ശ്വാസതടസ്സത്തിന് കാരണമായി എന്നും നിഗമനമുണ്ട്. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു, അതിൻ്റെ ലക്ഷണവും കാണുന്നു. അജ്മൽ ദിറാർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. അജ്മൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതിനകത്ത് സർക്കാർ ഒരു നിലപാട് ഇപ്പോഴും എടുത്തിട്ടില്ല. മാത്രമല്ല, ആവശ്യമായ ചികിത്സയൊക്കെ സമയത്ത് നൽകാൻ കഴിഞ്ഞു എന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ് നിൽക്കുന്നതും. എന്നാൽ ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന റിപ്പോർട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്കറിയാം, വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആ കേന്ദ്രത്തിനെതിരെ ചില ആരോപണങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ജനുവരി 19-ന് വിളപ്പിൽശാലയിലെ കാവിൻപുറം സ്വദേശിയായ ബിസ്മീർ എന്ന 37-കാരൻ ശ്വാസതടസ്സത്തെ തുടർന്ന് രാത്രി 1:30 സമയത്ത് ആശുപത്രിയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് അവിടെ പ്രാഥമിക ചികിത്സ അടക്കം ഈ ശ്വാസതടസ്സത്തിന് നൽകേണ്ട പ്രാഥമിക ചികിത്സ അടക്കം നിഷേധിച്ചു എന്നും ആ ചികിത്സാ നിഷേധത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചു എന്നുമുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾക്ക് പിന്നാലെ നിയമസഭയിൽ വന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ മന്ത്രി വീണ ജോർജ് മറുപടി പറയുന്ന സമയത്താണ് അതായത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ടർ ആരോഗ്യ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ പറയുന്ന ബിസ്മീറിൻ്റെ മരണത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ 24 തന്നെയാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന ബിസ്മീറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4 അതിലൊന്ന്, ബിസ്മീറിൻ്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് പറയുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഈ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം നീല നിറം ആയത് എന്നും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ കറുത്തു പോയതുമെന്നും ഒക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലേക്ക് ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കയറിയതാണ് ഈ ഗുരുതരമായ ശ്വാസതടസ്സത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുന്ന സമയം ഈ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഓക്സിജൻ നൽകിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന സമയവും അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റുമ്പോഴും ആംബുലൻസിൽ പോലും ഈ പറയുന്ന ഓക്സിജൻ സൗകര്യമില്ലായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് നെബുലൈസേഷൻ ആശുപത്രിയിൽ നിന്ന് നൽകുമ്പോൾ പോലും അതിൽ മരുന്ന് ഒഴിച്ചിട്ടില്ലായിരുന്നു. മരുന്ന് ഒഴിക്കാതെയാണ് നെബുലൈസേഷൻ നൽകിയത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ മിനിറ്റുകളോളം ഈ കുടുംബത്തിന് ചികിത്സ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് വാർത്താ സമ്മേളനം വിളിക്കുകയും ഈ പറയുന്ന ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിൽ നിന്നൊരു വ്യക്തമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ, നിയമസഭാ സമ്മേളനം കൂടി നടക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്താണെന്നതും ഇതിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതുകൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബിസ്മീറിൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ നൽകിയതിൻ്റെ അടയാളം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ ഇത് കുടുംബം പറയുന്നത് 19-ാം തീയതി ബിസ്മീറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് 2 ദിവസം മുമ്പ് 17-ാം തീയതി ഇതേപോലെ ശ്വാസതടസ്സം ബുദ്ധിമുട്ടുമായി ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടായിരുന്നുവെന്നും ആശുപത്രിയിൽ നിന്ന് അന്ന് ഈ ശ്വാസതടസ്സം മാറ്റുന്നതിന് വേണ്ടി ഇഞ്ചക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും ആ ഇഞ്ചക്ഷൻ്റെ അടയാളമാണ് ശരീരത്തിലുള്ളതെന്നുമാണ്. അല്ലാതെ 19-ാം തീയതി അദ്ദേഹത്തിന് ഏതൊരു തരത്തിലുള്ള ഇഞ്ചക്ഷനോ നെബുലൈസേഷനോ മരുന്നൊഴിച്ചുകൊണ്ടുള്ള കൃത്യമായൊരു നെബുലൈസേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന CPR-ഓ മറ്റ് പ്രാഥമിക ചികിത്സയോ ഒന്നും തന്നെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്നാണ് SK. താങ്ക് യു അജ്മൽ ദിറാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.